ഓക്കെ, അപ്പൊ എത്ര ദിവസം ഒഴിവുണ്ട്? ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ, മൺഡേ ഒഴിവല്ലേ? മൺഡേ, ട്യൂസ്ഡേ അല്ലെങ്കിൽ ക്ലാസ് ഉള്ളൂ. 4 ദിവസം ഒഴിവ്. Okay, good afternoon to all. Yes. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് മെറ്റീരിയൽസ് മാനേജ്മെന്റില് prime differences between ordinary purchase and capital equipment purchase. Capital എന്നാണ് ഇവിടെ തെറ്റാണ് കിടക്കുന്നത് കേട്ടോ. Primary difference between ordinary purchase and capital equipment purchase. ടെക്സ്റ്റിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതൊന്ന് തിരുത്തിയേക്ക് കേട്ടോ. ക്യാപിറ്റൽ എന്നാക്കാം. അപ്പൊ ഓർഡിനറി പർച്ചേസും ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണ്, വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത് കേട്ടോ. ഓക്കെ, extent of negotiation, high in capital equipment purchase and low in ordinary purchase. Extent of negotiation, നമ്മൾ ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യുമ്പോൾ എന്താണ്, ചർച്ച നീട്ടി കൊണ്ടുപോകേണ്ടി വരും അല്ലെ. ഒറ്റയടിക്കൊന്നും നമുക്ക് ആ ചർച്ച തീർക്കാൻ പറ്റില്ല. പക്ഷെ ഓർഡിനറി പർച്ചേസിനാണെങ്കിലോ എക്സ്റ്റെൻഡ് ആയിട്ട് ചർച്ച ചെയ്യേണ്ടി വരുന്നുണ്ടോ? എക്സ്റ്റെൻഡ് നെഗോഷിയേഷൻ ആവശ്യമായിട്ട് വരുന്നുണ്ടോ? പറയൂ. ഇല്ല അല്ലെ. അപ്പൊ ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസിനാണെങ്കിൽ നമുക്ക് നെഗോഷിയേഷൻ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും. പക്ഷെ ഓർഡിനറി പർച്ചേസിനാണെങ്കിലോ നിങ്ങൾക്ക് അധികം എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് ചർച്ചകൾ നടത്തേണ്ടി വരുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, high in capital equipment purchase and low in ordinary purchase. ചർച്ച ക്യാപിറ്റലിൽ ഹൈ ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകാൻ വരും. മറ്റെവിടെ എങ്ങനെയാണ് ഓർഡിനറിയിൽ നമുക്ക് ചെറിയ രീതിയിൽ തന്നെ അത് പെട്ടെന്ന് തന്നെ നമുക്ക് പർച്ചേസ് നടത്താനായിട്ട് സാധിക്കും. ഇനി സെക്കൻഡ് ടൈം എന്താണ്, ലീഡ് ടൈം റിക്വയർമെന്റ്. ലീഡ് ടൈം റിക്വയർമെന്റ് എന്താണ്? ലീഡ് ടൈം റിക്വയർമെന്റ് എന്ന് പറയുമ്പോ ക്യാപിറ്റൽ എക്യുപ്മെന്റ് ആണെങ്കിൽ നമുക്ക് ഉദ്ദേശിച്ച സാധനം കിട്ടുന്നത് വരെ അല്ലെങ്കിൽ കയ്യിലില്ലെങ്കിൽ അത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും അല്ലെ. ആ മെറ്റീരിയൽസ് പുറത്തു നിന്നാണെങ്കിൽ അത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ നമുക്ക് ഓർഡിനറി പർച്ചേസ് ആണെങ്കിലോ ഒരു ചെറിയ ടൈമിനുള്ളിൽ തന്നെ അല്ലെ, നമ്മൾക്ക് ഒരു ചെറിയ ടൈമിനുള്ളിൽ തന്നെ എന്താണ് ലീഡ് ടൈം ഒരുപാട് ആവശ്യമായി വരുന്നില്ല. ഓക്കെ, അപ്പൊ ടൈം കുറവായിട്ട് മതിയാവും ഓർഡിനറി പർച്ചേസ്. മറ്റേതിൽ എന്താണ്, കുറച്ച് ടൈം എടുത്തായിരിക്കാം സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, അതാണ് ലീഡ് ടൈം റിക്വയർമെന്റ് എന്ന് പറയുന്നത്. ഇനി സൈസ് ഓഫ് എക്സ്പെൻഡിച്ചർ. സൈസ് ഓഫ് എക്സ്പെൻഡിച്ചർ എന്താണ്? ക്യാപിറ്റൽ എക്യുപ്മെന്റിന് നമ്മൾ ചിലവാക്കുന്ന തുകയുടെ വലിപ്പം ചെറുതാണോ? ക്യാപിറ്റൽ എക്യുപ്മെന്റിന് നമ്മൾ മാറ്റിവെക്കുന്ന തുകയുടെ വലിപ്പം ചെറുതാണോ വലുതാണോ? വലിയതാണ് അല്ലെ. വലിയൊരു തുക തന്നെ നമ്മൾ ക്യാപിറ്റൽ എക്യുപ്മെന്റിന് നീട്ടിവെക്കേണ്ടി വരുന്നു. പക്ഷെ ഓർഡിനറി പർച്ചേസിനാണെങ്കിലോ ചെറിയൊരു എമൗണ്ട് മാത്രം നമ്മൾക്ക് മതിയായിരിക്കും, ലെസ് എമൗണ്ട് മതിയാകും. Okay, size of expenditure very high in capital equipment. Okay, then availability of sources. Availability of sources. Availability of sources very low in capital equipment purchase. അതായത് സ്രോതസ്സിന്റെ ലഭ്യത അല്ലെങ്കിൽ റിസോഴ്സസിന്റെ ലഭ്യത എങ്ങനെയായിരിക്കും? വലിയ വില കൊടുത്ത് വാങ്ങുന്ന സാധനങ്ങൾ ആയതുകൊണ്ട് തന്നെ എന്താണ്, അതിനെ വാങ്ങിക്കാനായിട്ട് ആളുകൾ കുറവായിരിക്കും. പക്ഷെ ഒരു ഓർഡിനറി പർച്ചേസിന് അല്ലെങ്കിൽ എന്താണ് ഓർഡിനറി പർച്ചേസിനാണെങ്കിലോ ആളുകള് കൂടുതലായിട്ട് ആ സാധനം വാങ്ങിക്കും. അപ്പൊ പൈസ കൂടുതലുള്ള സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് എന്താണ് കുറെ ആൾക്കാരുണ്ടാവോ? പൈസ കൂടുതലുള്ള ഒരു സാധനം വാങ്ങിക്കാനായിട്ട് ഉണ്ടാകോ? ഇല്ല. പക്ഷെ കുറച്ച് പൈസ കുറവുള്ള സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ആളുകൾ കൂടുതലായിട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അവൈലബിലിറ്റി സോഴ്സസ് അനുസരിച്ചിട്ട് സോഴ്സസിന്റെ ലഭ്യത അനുസരിച്ചിട്ടായിരിക്കാം സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിവിടെ പറയുന്നത് എന്താണ്,
ക്യാപിറ്റൽ പർച്ചേസിന് എക്യുപ്മെന്റ് പർച്ചേസിനെ കുറിച്ചിട്ടും ഓർഡിനറി പർച്ചേസ് തമ്മിലുള്ള ഡിഫറൻസസ് ആണ് നമ്മൾ പറഞ്ഞത്. ആദ്യത്തെ ഡിഫറൻസ് എന്താണ് പറയുന്നത്? ആദ്യത്തെ ഡിഫറൻസ് എന്തായിരുന്നു? ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസിന് നമുക്ക് എക്സ്റ്റെൻഡ് ആയിട്ട് നെഗോഷിയേഷൻ ചെയ്യേണ്ടി വരും അല്ലെ, ഒരുപാട് ദീർഘസമയം എടുത്ത് തന്നെ നമുക്ക് ചർച്ച നടത്തിയിട്ടായിരിക്കാം ഒരു പർച്ചേസ് മെറ്റീരിയൽസ് എടുക്കാൻ സാധിക്കുന്നത്. പക്ഷെ ഓർഡിനറി പർച്ചേസിന് നമുക്ക് ചെറിയൊരു സമയം മതി അല്ലെ. ഓക്കെ, ലീഡ് ടൈം റിക്വയർമെന്റ് ഹൈ ഇൻ ക്യാപിറ്റൽ പർച്ചേസ്. ലീഡ് ടൈം റിക്വയർമെന്റ് ഒരു ടൈം പരിധി അല്ലെങ്കിൽ ഒരു കാലം, എപ്പോഴാണ് ഒരു ടൈം പരിധി എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ എക്യുപ്മെന്റിന് സമയം കൂടുതൽ എടുക്കേണ്ടി വരുന്നത്. പക്ഷെ ഓർഡിനറി പർച്ചേസിന് ചെറിയൊരു സമയത്തിനകത്ത് തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഇനി സൈസ് ഓഫ് എക്സ്പെൻഡിച്ചർ ഓർഡിനറി പർച്ചേസിൽ കുറവായിരിക്കും. ക്യാപിറ്റൽ പർച്ചേസിൽ എന്താണ്? സൈസ് ഓഫ് എക്സ്പെൻഡിച്ചർ ചിലവ് കൂടുതലായിരിക്കും. ഇനി അവൈലബിലിറ്റി ഓഫ് സോഴ്സസ് എങ്ങനെയായിരിക്കും? അവൈലബിലിറ്റി ഓഫ് സോഴ്സസ്, സ്രോതസ്സിന്റെ ലഭ്യത എങ്ങനെയായിരിക്കും? വലിയ വില കൊടുത്ത് വാങ്ങുന്ന എക്യുപ്മെന്റ്സ് ആയതുകൊണ്ട് തന്നെ എന്താണ്, ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങാനായിട്ട് ആളുകൾ കുറവായിരിക്കും. പക്ഷെ ഓർഡിനറി പർച്ചേസിന് ആളുകൾ കൂടുതലായിരിക്കും. ഓക്കെ, അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലായത്? ഇനി 3 ways to obtain an item to an organization. 3 ways to obtain an item to an organization. Three ways to obtain an item in an organization. ഒരു സ്ഥാപനത്തിലേക്ക് നമ്മൾക്ക് ഐറ്റംസ് വാങ്ങുമ്പോൾ 3 കാര്യങ്ങളിലൂടെയാണ്, 3 വേസിലൂടെയാണ് അത് നടക്കുന്നത്. ഒരു ഓർഗനൈസേഷനിലേക്ക് നമ്മൾ ഒരു ഐറ്റം വാങ്ങുന്ന സമയത്ത് അത് 3 വേസിലൂടെ, 3 വഴികളിലൂടെയാണ് നടക്കുന്നത്. ഏതൊക്കെയാണ്? ഒന്ന്, പർച്ചേസിംഗ് ഓഫ് ന്യൂ എക്യുപ്മെന്റ്. പർച്ചേസിംഗ് ഓഫ് ന്യൂ എക്യുപ്മെന്റ്. 2, പർച്ചേസിംഗ് ഓഫ് used or old equipment. Second എന്താണ്? Purchasing of used or old equipment. Then മൂന്നാമത്തേത് എന്താണ്? By leasing equipment അല്ലെ, by leasing equipment. By leasing. ഒരു സാധനം വാങ്ങിക്കാനായിട്ട് നമ്മൾ 3 മാർഗങ്ങൾ സ്വീകരിക്കും. ഒന്നാമത്തേത് എന്താണ്? ഒന്നില്ലെങ്കിൽ നമ്മൾ പുതിയത് വാങ്ങിക്കും, അല്ലെങ്കിൽ എന്താണ്, ഉപയോഗിച്ചതോ അല്ലെങ്കിൽ പഴയതോ വാങ്ങിക്കും, അല്ലെങ്കിൽ നമ്മൾ അതെടുക്കും. മൂന്നാമത്തെ കാര്യം എന്താണ്? ഇത് രണ്ടും പറ്റിയില്ല, 1ഉം 2ഉം പറ്റിയില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ അടുത്ത വഴി നോക്കുന്നത്. ഏത് വഴിയാണ്? ഈ 2 ഓപ്ഷനും പോസിബിൾ അല്ലെങ്കിൽ മാത്രമാണ് നമ്മൾ സാധനം വാടകയ്ക്ക് അല്ലെ, പാട്ടത്തിനെടുക്കുന്നത്, അല്ലെങ്കിൽ എന്താ പറയാ, വാടകയ്ക്ക് ലീസിനെടുക്കുന്നത്. ഓക്കെ, 3 വഴികളാണ് ഒരു ഓർഗനൈസേഷനിൽ ഒരു ഐറ്റം വാങ്ങുന്നതിനായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അത് ഓർത്ത് വെക്കാം കേട്ടോ. 3 ways to obtain an item to an organization. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ വഴി നോക്കുകയാണ്, എന്താണ്? പർച്ചേസിംഗ് ഒരു ന്യൂ എക്യുപ്മെന്റ്. അപ്പൊ ന്യൂ എക്യുപ്മെന്റ്, പുതിയൊരു സാധനം വാങ്ങിക്കാനാണെങ്കിൽ എന്തായിരിക്കും? ടു കളക്ട് ദ റെലവന്റ് ഡാറ്റ അബൌട്ട് ദ എക്യുപ്മെന്റ് ഓർ ഫ്രം ദ യൂസർ ഡിപ്പാർട്ട്മെന്റ്. പുതിയ സാധനമാണ് വാങ്ങിക്കുന്നെങ്കിൽ നമ്മൾ ആദ്യം എന്തൊക്കെയായിരിക്കും ചെക്ക് ചെയ്യുന്നത്? അതിനെ കുറിച്ചുള്ള റെലവന്റ് ഡാറ്റ അല്ലെങ്കിൽ അതിന്റെ ഇൻഫോർമേഷൻ, അതിന്റെ യൂസേഴ്സിനെ കുറിച്ചിട്ട് നമ്മളൊരു ഇൻഫോർമേഷൻ കളക്ട് ചെയ്യും. അത് എത്രത്തോളം രീതിയിൽ ഡിപ്പാർട്ട്മെന്റിന് എത്രത്തോളം ഉപകാരപ്പെടും, അതിന് അതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് എന്നതുമായി നമ്മൾ ആദ്യം ഒന്ന് കണ്ടെത്തും അല്ലെ. അതിനുശേഷമായിരിക്കും ഇത് വാങ്ങിക്കാൻ പോകുന്നത്. ഓക്കെ, പുതിയ സാധനമാണ് വാങ്ങിക്കാൻ നോക്കുക കേട്ടോ. പുതിയ എക്യുപ്മെന്റ് വാങ്ങിക്കാൻ പോകുകയാണ്. അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ അന്വേഷിക്കുന്നു, അതിന്റെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നു. പിന്നീട് എന്താണ്? To invite the quotation from the suppliers. To invite the quotation from the supplier. എന്ത് ചെയ്യും? നമ്മള് സപ്ലയേഴ്സിൽ നിന്ന് നമ്മൾ കൊട്ടേഷൻസ് സ്വീകരിക്കും അല്ലെ. ഒരുപാട് കരാറുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അവരിൽ നിന്ന് ഏതാണോ യൂസ്ഫുൾ ആയിട്ടുള്ളത്, ഏതാണോ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത്, അത് നമ്മൾ സ്വീകരിക്കും. ഓക്കെ, പിന്നെ എന്താണ്? അസസ്മെന്റ് ഓഫ് ദ കൊട്ടേഷൻ ഓർ ബിഡ്സ്. അസസ്മെന്റ് ഓഫ് ദ കൊട്ടേഷൻ ഓഫ് ബിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? കൊട്ടേഷൻ നമ്മൾ അസസ് ചെയ്യും അല്ലെ, ഒന്ന് വിലയിരുത്തും, ഒന്ന് എന്താണെന്നുള്ളത് ഒന്ന് അസസ് ചെയ്യുകയും ചെയ്യും. പിന്നെ എന്താണ്? ബിഡ്സ് എന്ന് പറഞ്ഞ എന്താണ്? നമുക്ക് ലേലം വിളി അല്ലെ, ലേലത്തിലൂടെ നമുക്ക് എന്താണ്? ഈ ന്യൂ എക്യുപ്മെന്റ് നമുക്ക് പർച്ചേസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ലേലം വിളിക്കാന്ന് കേട്ടിട്ടില്ലേ? ലേലം ഉറപ്പിക്കുന്നത് കേട്ടിട്ടില്ലേ നിങ്ങള്? ഓക്കെ,
റെലവന്റ് ഡാറ്റ കളക്ട് ചെയ്യും, കൊട്ടേഷൻസ് സപ്ലൈസിൽ നിന്ന് കൊട്ടേഷൻസ് അപ്ലൈ ചെയ്യുന്നു, ഇൻവൈറ്റ് ചെയ്യുന്നു, ദെൻ എന്താണ് കൊട്ടേഷൻസ് അസസ് ചെയ്യുന്നു, പിന്നെ എന്താണ് ലേലം വിളിയുടെയും നമ്മൾ അത് എക്യുപ്മെന്റ് വാങ്ങാനായിട്ട് ആരംഭിക്കും. അപ്പൊ ഈ ഒരു ന്യൂ എക്യുപ്മെന്റ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതിൽ കുറച്ച് ഫാക്ടേഴ്സ് അഫക്ട് ചെയ്യുന്നുണ്ട്. അതായത് കുറച്ച് ഘടകങ്ങൾ, ഒരു പുതിയ എക്യുപ്മെന്റുമായി ബന്ധപ്പെട്ട് കുറച്ച് ഘടകങ്ങൾ അതിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ്? economic life of the machine, physical life of the machine, tax life, economic forecasting, potential in the existing system, economic survey of the investment, cost consideration. അപ്പൊ നമ്മൾ എന്താ നോക്കുന്നത്? ഒരു ന്യൂ എക്യുപ്മെന്റ് വാങ്ങിക്കുന്നതിന് മുമ്പായിട്ട് അതുമായി ബന്ധപ്പെട്ട് അതിനെ എഫക്ട് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ്, കുറച്ച് ഘടകങ്ങൾ എന്തൊക്കെയാണ്, ആ സാധനം വാങ്ങിക്കുന്ന തൊട്ട് മുമ്പുള്ള കാര്യങ്ങളാണ് കേട്ടോ. എന്തൊക്കെയാണ്? അപ്പൊ ആദ്യത്തെ വരുന്നത് എ, economic life of the machine. It consists of the service life of an asset which reduce the average cost per period of service. It includes time and cost dimension. ഒരു മെഷീന്റെ ഇക്കണോമിക് ലൈഫ് എന്ന് പറയുന്നത് എന്താണ്? ഒരു മെഷീൻ വാങ്ങുമ്പോൾ അതിന്റെ സർവീസ് ലൈഫ് അല്ലെ, അത് എത്ര കാലം അത് സർവീസിൽ ഉണ്ടായിരിക്കും, എത്ര കാലം അത് ഉപയോഗിക്കാൻ പറ്റും, അതിന്റെ ചിലവ് എത്രയായിരിക്കും, അതുപോലെ തന്നെ ഇതിന്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് എത്ര ടൈം വരും, എത്ര കോസ്റ്റ് വരും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ എന്നെ ഗ്യാരണ്ടി, അതാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. ഇതിന്റെ കാര്യങ്ങൾ നമ്മൾ നോക്കും. അപ്പൊ അത് ഒരു പുതിയ എക്യുപ്മെന്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്താണ്? പുതിയ എക്യുപ്മെന്റിനെ നോക്കുമ്പോൾ അത് അതിനെ അഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ ആണ് എന്ത്? ഇക്കണോമിക് ലൈഫ് ഓഫ് ദ മെഷീൻ. അതായത് ആ മെഷീൻസ് വാങ്ങുമ്പോൾ അതിന്റെ സർവീസ് എങ്ങനെ, അതിന്റെ വാറന്റി, അത് എത്രത്തോളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള കാര്യമാണ് എന്ത്? എക്കണോമിക് ലൈഫ് ഓഫ് ദ മെഷീൻ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ അത്? യെസ്. നമ്മളെല്ലാത്തിനും ഓരോ പോയിന്റ്സുകൾ ഇങ്ങനെ പറഞ്ഞു പോകാതെ ഒരു ചുരുക്കരൂപം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാവും. അതുകൊണ്ടാണ് എല്ലാം കൂടി ഒരുമിച്ച് അതൊന്നും പറഞ്ഞു തരുന്നത് കേട്ടോ, കുറച്ചും കൂടി എളുപ്പമാവാൻ വേണ്ടിയിട്ട്. ഇനി physical life of the machine, മെഷീന്റെ physical life, the total period of productivity of the machine or the entire life of the machine. എന്താണ്? total period of productivity of the machine or the entire life of the machine. എന്താണ്? അതായത് ആ വാങ്ങുന്ന മെഷീന്റെ ഉൽപാദനക്ഷമത എത്രത്തോളം ഉണ്ട്, അതിന്റെ പ്രൊഡക്ടിവിറ്റി എത്രത്തോളം ഉണ്ട്, അതിന്റെ ആ മെഷീൻസിന്റെ ഉപയോഗം എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് എന്ത്? ഫിസിക്കൽ ലൈഫ് ഓഫ് ദ മെഷീൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ പ്രൊഡക്ടിവിറ്റി എത്രത്തോളം ഉണ്ടെന്ന് ആദ്യം നമ്മൾ നോക്കുന്നു. ഓക്കെ, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള കാര്യം. പിന്നെ എന്താണ്? അത് എത്ര നാൾ അത് ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ് സെക്കൻഡ് വരുന്ന ഫാക്ടർ, ഫിസിക്കൽ ലൈഫ് ഓഫ് ദ മെഷീൻ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഇനി ടാക്സ് ലൈഫ്, അതിന്റെ വർക്കിംഗ് കണ്ടീഷൻ. ഫിസിക്കൽ ലൈഫ് എന്ന് പറയുന്നത് അതിന്റെ വർക്കിംഗ് കണ്ടീഷൻ ആണ്. യെസ്, വെരി ഗുഡ് സുൽഫത്ത്, കറക്റ്റ് ആണ് പറഞ്ഞത് കേട്ടോ. ദെൻ തേർഡ് വരുന്ന എന്താണ്? ടാക്സ് ലൈഫ്. ടാക്സ് ലൈഫ് എന്താണ്? The number of years over which the capital cost can be received back. Tax life എന്ന് പറഞ്ഞാൽ the number of years over which the capital cost can be received back. എന്തായിരിക്കും? നമ്മളൊരു പുതിയ സാധനം വാങ്ങിച്ചു, നമ്മളപ്പോ ചിലവാക്കിയ തുക അല്ലെ, നമ്മളൊരു തുക അതിന് കൃത്യമായിട്ട് ചിലവാക്കുന്നുണ്ട്, അത് എത്ര വർഷം കൊണ്ട് നമുക്കത് മുടക്കിയ ആൾക്ക് തിരികെ കിട്ടും എന്നുള്ളതാണ് ടാക്സ് ലൈഫ് എന്ന് പറയുന്നത്. എന്താണ്? നമ്മൾ ചിലവാക്കിയ തുക എത്ര വർഷം കൊണ്ട് നമുക്ക് അത് മുടക്കിയ ആൾക്ക് തിരിച്ചു കിട്ടും എന്നുള്ളതാണ്. അപ്പൊ എക്സ്റേ മെഷീൻസ് വാങ്ങി, എക്സ്റേ മെഷീൻ എത്ര രൂപയാവും ഏകദേശം? എക്സ്റേ മെഷീന് ഏകദേശം എത്ര രൂപ വരാം? ഏകദേശം 3 lakh. ഓക്കെ, 3 lakh വേണോളോ എക്സ്റേ മെഷീന്? യെസ്, സുഹൈന, വെരി ഗുഡ്. ഒരു 50,000 ഒക്കെ നമുക്ക് നോക്കാം അല്ലെ. ഓക്കെ, പ്രൊഡക്റ്റ് അനുസരിച്ച്. അപ്പൊ അത് മുടക്കിയ ആൾക്ക് അത് എത്ര നാള് കൊണ്ട് അതിന്റെ ഒരു ഫലം, അതിന്റെ ഒരു എന്താ പറയുക ടാക്സ് ലൈഫ് എന്ന് പറഞ്ഞാൽ എത്ര നാൾ നമുക്ക് ആ പൈസ കൊണ്ട് അത് ഉപയോഗിക്കാൻ പറ്റും
എന്നുള്ളതാണ് എന്താ ടാക്സ് ലൈഫ് എന്ന് പറയുന്നത്. നമ്പർ ഓഫ് ഇയേഴ്സ് ഓവർ വിച്ച് ദ ക്യാപിറ്റൽ കോസ്റ്റ് ക്യാൻ ബി റിസീവ്ഡ് ബാക്ക്. അപ്പൊ ആ പൈസ നമുക്ക് എത്ര നാൾ കൊണ്ട് തിരികെ കിട്ടും എന്നുള്ള രീതിയിലാണ് ആ ഒരു മെഷീൻ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അതാണ് ടാക്സ് ലൈഫ് ഓഫ് ദ മെഷീൻ എന്ന് പറയുന്നത്. നമ്പർ ഓഫ് ഇയേഴ്സ് ഓവർ വിച്ച് ദ ക്യാപിറ്റൽ കോസ്റ്റ് ക്യാൻ ബി റിസീവ്ഡ് ബാക്ക്. ഓക്കെ, ഇനി ഫോർത്ത് പോയിന്റ് എന്താണ്? ഫോർത്ത് ഫാക്ടർ ഇക്കണോമിക് ഫോർകാസ്റ്റിംഗ്. എന്താണ്? സാമ്പത്തിക പ്രവചനം എന്ന് നമുക്ക് പറയാം. ഇക്കണോമിക് ഫോർകാസ്റ്റിംഗ്. Obtainability of spares and electricity. Obtainability of spares and electricity. എന്താണ്? ഒരു സാമ്പത്തികപരമായ പ്രവചനം നടത്താന്നൊക്കെ പറയുന്നത്. ഇപ്പൊ നമ്മൾ ഒരു സാധനം വാങ്ങിക്കാൻ പോവുകയാണ്, അപ്പൊ അതിനെപ്പറ്റി നമ്മൾ ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാണ്. എന്തൊക്കെ കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യും നമ്മള്? നമ്മള് ഫ്രിഡ്ജ് വാങ്ങുകയെന്ന് വിചാരിക്കാം. ഫ്രിഡ്ജ് വാങ്ങുമ്പോൾ നമ്മൾ അതിൽ എന്താണ് നോക്കുന്നത്? ഫ്രണ്ടിൽ തന്നെ 5 സ്റ്റാർ 3 സ്റ്റാർ എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും അല്ലെ? കണ്ടിട്ടില്ല നിങ്ങൾ സ്റ്റാർ കാണുന്നത്? സ്റ്റാർസ് കാണാം. സ്റ്റാർ നോക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ സ്റ്റാർ നോക്കാറുണ്ട്. അപ്പൊ അതുപോലെ തന്നെ എന്താണ്, അതിന് എത്ര ഇലക്ട്രിസിറ്റി വേണ്ടി വരും? ഇപ്പൊ ഈ ഫ്രിഡ്ജ് ഉപയോഗിക്കുന്നതുകൊണ്ട് ഏകദേശം എത്രത്തോളം ഇലക്ട്രിസിറ്റി വേണ്ടി വരും? അല്ലെങ്കിൽ അതുപോലെ തന്നെ സ്പെയർസുകൾ ഇവിടെ ലഭ്യമാണോ, അല്ലെങ്കിൽ പുറത്ത് രാജ്യത്ത് നിന്ന് കൊണ്ടുവരണോ എന്നുള്ളതൊക്കെ ഇതിലേക്ക് നോക്കിയിട്ടാണ് നമ്മൾ ആ സാധനം വാങ്ങിക്കുന്നത്. അപ്പൊ അത് നമ്മൾ നമ്മളതൊന്ന് ആലോചിക്കുകയാണ്, മുൻകൂട്ടി കാണുകയാണ് അല്ലെ? 5 സ്റ്റാർ വാങ്ങിച്ചാൽ എത്രത്തോളം കറണ്ട് എനിക്ക് ലാഭിക്കാൻ പറ്റും, അല്ലെങ്കിൽ എക്യുപ്മെന്റ് കൊണ്ടുള്ള പ്രയോജനം എന്താണ്, ഉപകാരപ്രദമാണോ എന്നുള്ളൊരു ചിന്താഗതിയാണ് എന്ത് എക്കണോമിക് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഫ്രിഡ്ജ് വാങ്ങിക്കാൻ പോയവർക്കും ഫ്രിഡ്ജ് എന്നല്ല ബാക്കി എന്തോ ആയിക്കോട്ടെ, അത് നമ്മൾ അതിന്റെ ക്വാളിറ്റി, എത്ര വർഷം നമുക്കത് ഉപയോഗപ്രദമാണോ, അല്ലെങ്കിൽ കറന്റ് ചാർജ് നോക്കിയിട്ടൊക്കെയാണ് മിക്കവരും എടുക്കുന്നത്. ഓക്കെ, യെസ്, അതാണ് എക്കണോമിക് ഫോർകാസ്റ്റിംഗ്. ദെൻ അടുത്ത എന്താണ്? പൊട്ടൻഷ്യാലിറ്റി ഇൻ എക്സിസ്റ്റിംഗ് സിസ്റ്റം. പൊട്ടൻഷ്യാലിറ്റി ഇൻ ദ എക്സിസ്റ്റിംഗ് സിസ്റ്റം. എന്താണ് പൊട്ടൻഷ്യാലിറ്റി ഇൻ എക്സിസ്റ്റിംഗ് സിസ്റ്റം? എന്തായിരിക്കാം? അതായത് ന്യൂ മോഡൽ എന്നാണോ? അതല്ല, പുതിയ സാധനം നമ്മൾ വാങ്ങിക്കുകയാണ്. അപ്പൊ എന്ത് സാധനം ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ചാപ്റ്ററിലേക്ക് നോക്കിയ ഒരു കാര്യമാണ്, ഇത് വാങ്ങിക്കണോ എന്നുള്ളൊരു ചിന്താഗതി പിന്നെയും വരുന്നത് അല്ലെ? ഈ ഒരു സാധനം വാങ്ങിക്കണോ, ഇതുകൊണ്ട് ഉപകാരപ്രദമാണോ, ഈ മെഷീൻസ് വാങ്ങുന്നത് കൊണ്ടുള്ള സാധ്യത, ആവശ്യകത എന്താണ്, മെഷീൻസ് വാങ്ങണോ, അതിന്റെ ആവശ്യകത ഉണ്ടോ, മെഷീൻസ് ഇല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ നടക്കോ, അതിന്റെ ക്വാളിറ്റി ഒക്കെ ഒരു എന്താ പറയാ, രണ്ട് മനസ്സെന്നൊക്കെ പറയാം നമുക്ക് വേണമെങ്കിൽ അല്ലെ? നമ്മളിങ്ങനെ ഒന്ന് ആലോചിക്കുകയാണ്, അതിന്റെ ആവശ്യകത ഉണ്ടോ എന്നുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അതാണ് പൊട്ടൻഷ്യലി ഇൻ ദിസ് എക്സിസ്റ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു പുതിയൊരു സാധനം വാങ്ങിക്കുമ്പോൾ നമുക്ക് അറിയില്ല അല്ലെ, അത് എത്രത്തോളം യൂസ്ഫുൾ ആയി തീരുന്നത് നമ്മൾ ആരാണെങ്കിലും അതൊന്ന് ചിന്തിക്കും. ഓക്കെ, അപ്പൊ അതാണ് പൊട്ടൻഷ്യലി ഇൻ എക്സിസ്റ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ആ മെഷീൻ കൊണ്ട് നമുക്ക് ഉപകാരപ്രദമാണോ, അതിന്റെ ആവശ്യകത ഉണ്ടോ എന്നുള്ളൊരു ചിന്ത വരും. അതൊരു ഫാക്ടർ തന്നെയാണ്. ഓക്കെ, അത് ഏത് പുതിയ സാധനമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇനി എക്കണോമിക് സർവേ ഓഫ് ദ ഇൻവെസ്റ്റ്മെന്റ്. എക്കണോമിക് സർവേ ഓഫ് ദ ഇൻവെസ്റ്റ്മെന്റ് എന്താണ്? എന്തായിരിക്കാം എക്കണോമിക് സർവേ ഓഫ് ദ ഇൻവെസ്റ്റ്മെന്റ്? ഇനി നമ്മൾ പുതിയ എക്യുപ്മെന്റിന് കൊടുക്കാൻ പോകുന്ന പണം അല്ലെ, നമ്മൾ അതിന് മാറ്റി വെച്ചിരിക്കുന്ന പണം, അല്ലെങ്കിൽ സപ്ലൈസ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നവരാണോ എന്നുള്ളൊരു ചിന്താഗതി വരുന്നത് അല്ലെ? ആ ഒരു സർവേ നടത്തുന്ന സമയത്ത് ആ സപ്ലൈസ് തരുന്ന വ്യക്തികൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നവരാണോ, അല്ലെങ്കിൽ അവർ കൃത്യമായിട്ട് നമുക്ക് മെറ്റീരിയൽസ് തരുമോ, അല്ലെങ്കിൽ കൊടുക്കുന്ന വിലയുടെ മൂല്യത്തിൽ ആ മെറ്റീരിയൽസ് ഉണ്ടാകുമോ എന്നുള്ള രീതിയിലൊക്കെ ആ ഒരു ഫാക്ടർ കൂടി അവിടെ അഫക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് എക്കണോമിക് സർവേ ഓഫ് ദി ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ ഒരു പൈസ മുതലാക്കിയിട്ടാണ്, അല്ലെങ്കിൽ ചെലവഴിച്ചിട്ടാണ് ഈ സാധനം വാങ്ങിക്കുന്നത്. അപ്പൊ കൊടുക്കുന്ന പൈസയ്ക്ക് അതിന്റെ ഒരു മൂല്യത്തിന് എന്താണ്, ആ വിലയുടെ മൂല്യത്തിന് തന്നെ ആയിരിക്കും ആ പ്രൊഡക്റ്റ് തരുന്നത്, അല്ലെങ്കിൽ ആ സപ്ലൈസ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ട് മെറ്റീരിയൽസ് തരുമോ എന്നുള്ള കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്? ഇക്കണോമിക് സർവേ ഓഫ് ദ ഇൻവെസ്റ്റ്മെന്റിൽ വരുന്നത്. യെസ്, ഇൻവെസ്റ്റ് മണി ഓഫ് വാല്യൂ. യെസ്, വെരി ഗുഡ്. ഓക്കെ, ദെൻ ലാസ്റ്റ് ഫാക്ടർ എന്താണ്? കോസ്റ്റ് കൺസിഡറേഷൻ. ഇനീഷ്യൽ കോസ്റ്റ് ഓർ പർച്ചേസ്ഡ് കോസ്റ്റ്, ഇൻസ്റ്റാളേഷൻ കോസ്റ്റ്, ബ്രേക്ക് ഡൗൺ കോസ്റ്റ്. നെക്സ്റ്റ് നോക്കുന്നത് എന്താണ്? കോസ്റ്റ് കൺസിഡറേഷൻസ്. എന്താണ് കോസ്റ്റ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്?
ചിലവ് കുറയ്ക്കൽ. കൺസിഡർ ചെയ്യാന്ന് വെച്ചാൽ ചിലവ് കുറയ്ക്കൽ. അതായത് നമ്മൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ നമ്മൾ ഈ 3 കാര്യങ്ങൾ കൂടി പരിഗണിക്കണം. അതായത് ഇനീഷ്യൽ കോസ്റ്റ്, പർച്ചേസ് കോസ്റ്റ്, ഇൻസ്റ്റാളേഷൻ കോസ്റ്റ്, ബ്രേക്ക് ഡൗൺ കോസ്റ്റ്. ഇത്തരം കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടു വേണം. അത് 3 കൂടി പരിഗണിച്ചിട്ട് വേണം നമ്മൾ എന്ത് വാങ്ങിക്കാനായിട്ട്, ഒരു ന്യൂ എക്യുപ്മെന്റ് വാങ്ങിക്കാനായിട്ട്. അതായത് ഒരു സാധനം വാങ്ങിക്കുമ്പോൾ അതിന് ഒരു പർച്ചേസ് കോസ്റ്റ് ഉണ്ടാവും, ഇൻസ്റ്റാളേഷന് ഒരു കോസ്റ്റ് ഉണ്ടാവും, ബ്രേക്ക് ഡൗൺ ആവുന്ന സമയത്ത് അതിനൊരു കോസ്റ്റ്. അപ്പൊ അതൊക്കെ കൂടി മനസ്സിൽ കണ്ട് വേണം, അല്ലെ? അതൊക്കെ കൂടി നമ്മൾ പരിഗണിച്ചിട്ട് വേണം, അല്ലെങ്കിൽ ഈ 3 കാര്യം പരിഗണിച്ചിട്ട് വേണം നമ്മൾ കോസ്റ്റ് കൺസിഡറേഷൻ ചെയ്യാനായിട്ട്. ഓക്കെ, അതായത് 3 കൂടി ആലോചിച്ചിട്ട് വേണം ഒരു എക്യുപ്മെന്റ് നമ്മൾ പർച്ചേസ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്, ഒരു ന്യൂ എക്യുപ്മെന്റ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതുമായി അഫക്ട് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ആണ്. അതിൽ ഒന്നാമത്തേത് എന്തായിരുന്നു, എക്കണോമിക് ലൈഫ് ഓഫ് ദ മെഷീൻ, അല്ലെ? ആ ഒരു എക്കണോമിക് ലൈഫ് ഓഫ് ദ മെഷീൻ എന്ന് വെച്ചാൽ ഒരു മെഷീൻ വാങ്ങുമ്പോൾ അതിന്റെ സർവീസ് എത്ര നാൾ ഉണ്ടായിരിക്കും, അതിന്റെ ചിലവ് എത്രയായിരിക്കും എന്നുള്ള കാര്യങ്ങളാണ് അതിൽ വരുന്നത്. അതിന്റെ വാറന്റി എങ്ങനെയായിരിക്കും. ഫിസിക്കൽ ലൈഫ് ഓഫ് ദ മെഷീൻ. ഫിസിക്കൽ ലൈഫ് എന്ന് പറയുന്നത് എന്താണ്, അതിന് എത്രത്തോളം പ്രൊഡക്ടിവിറ്റി ഉണ്ട്, അത് എത്ര നാൾ അത് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. Okay. Tax life. Tax life എന്താ പറയുന്നത്, number of years over which capital cost can be received back. നമ്മൾ മുടക്കിയ പൈസ ചിലവാക്കി നമുക്ക് എത്ര വർഷം കൊണ്ട് അത് തിരികെ കിട്ടും എന്നുള്ളൊരു കോൺസെപ്റ്റ്. അതാണ് ടാക്സ് ലൈഫ് എന്നൊരു ഫാക്ടർ. Then economic forecasting. Yes. Then economic forecasting, ഇതാണ് സാമ്പത്തികമായിട്ടുള്ള പ്രവചനം. Stability of spares and electricity. Then എന്താണ്, potentiality in existing system, economic survey of the investment, cost consideration factors. അതൊക്കെയാണ് പർച്ചേസ് കോസ്റ്റ്, ഇൻസ്റ്റാളേഷൻ കോസ്റ്റ് ആൻഡ് ബ്രേക്ക് ഡൗൺ കോസ്റ്റ്. ഇത്തരം കാര്യങ്ങളാണ് ന്യൂ പർച്ചേസുമായി ബന്ധപ്പെട്ട്, ന്യൂ എക്യുപ്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടോ? അതെല്ലാം ക്ലിയർ ആണോ? യെസ്, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതാണ്, 3 ways to obtain item of an organization, അല്ലെ? അപ്പൊ ആദ്യത്തെ വേസ് പറഞ്ഞു നമ്മൾ, പർച്ചേസിംഗ് ഓഫ് ന്യൂ എക്യുപ്മെന്റ്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, പർച്ചേസിംഗ് ഓഫ് യൂസ്ഡ് ഓർ ഓൾഡ് എക്യുപ്മെന്റ് ആണ്, അല്ലെ? പർച്ചേസിംഗ് ഓഫ് ആൻ ഓൾഡ് എക്യുപ്മെന്റ്. ഇനി ഒരു പഴയ സാധനം നമ്മൾ വാങ്ങിക്കുന്നത്, അതിന് മെയിൻ കാരണം എന്തായിരിക്കും, ഒരു പഴയ സാധനം വാങ്ങിക്കുന്നതിന്റെ പ്രധാന കാരണം എന്താണ്? എന്തായിരിക്കാം? Done owing to shortage of money or to use the equipment and as an experiment. അല്ലെ? കോസ്റ്റ് കുറയ്ക്കുക. നമുക്കിപ്പോ പൈസ ഇല്ലാത്തത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ പൈസ കുറവായത് കൊണ്ടായിരിക്കാം നമ്മൾ ഒരു പഴയ സാധനം വാങ്ങിക്കുന്നത്, ഒരു സെക്കൻഡ് ഹാൻഡ് സാധനം വാങ്ങിക്കുന്നത്. അല്ലെങ്കിൽ എന്താണ്, ഒരു എക്സ്പെരിമെന്റ് എന്നോണം. ഇപ്പൊ നമ്മളിപ്പോ എന്താ പറയാ, ഒരു എക്സാമ്പിൾ ആയിട്ട് ചില ആൾക്കാർക്ക് ഗൾഫിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ നാട്ടിൽ വരുന്ന സമയത്ത് ഇപ്പൊ അവരുടെ കയ്യിൽ ചിലപ്പോൾ ഒരു വാഹനം ഉണ്ടാവില്ല. അപ്പൊ ഒരു വാടകയ്ക്ക് എടുക്കുകയാണല്ലോ കുറച്ച് സമയത്ത്, ഇപ്പൊ ഒരു മാസത്തേക്ക് ആളെ ഉണ്ടാവുള്ളൂ. അപ്പൊ ആളെന്ത് ചെയ്യും, ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ അത് ഒരു മാസത്തേക്ക് മാത്രം വാടകയ്ക്ക് എടുക്കും, എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട്. അപ്പൊ ആൾക്ക് വണ്ടി ഓടിക്കാനും കുറച്ചുകൂടി പുതിയത് വാങ്ങിക്കാതെ. അപ്പൊ അങ്ങനെ പറയുമ്പോൾ
വണ്ടി ഓടിക്കാൻ അറിയാം, പക്ഷെ എന്ന് വിചാരിച്ച് പുതിയ വണ്ടി പെട്ടെന്ന് പോയി വാങ്ങിക്കണം നമ്മളാ. വണ്ടി ഓടിക്കാൻ ലൈസൻസ് എടുത്തു കിട്ടി, ഞാൻ പെട്ടെന്ന് പോയി വണ്ടി നമ്മൾ വാങ്ങിക്കില്ല അല്ലെ. പ്രത്യേകിച്ച് നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് ഒക്കെ അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് ഒരു വാടകയ്ക്ക് വേണ്ടി മാത്രമായിരിക്കും ഒരു വണ്ടി എടുത്ത് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അവിടെ രണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഒന്ന് എക്സ്പെരിമെന്റിന് വേണ്ടിയും എന്താണ് ഷോർട്ടേജ് ഓഫ് മണി കാരണമാണ് നമ്മൾ ഓൾഡ് എക്യുപ്മെന്റ്സ് പർച്ചേസ് ചെയ്യുന്നത്. ഇനി ഫോർ മെയിൻ സോഴ്സ് ഫോർ പർച്ചേസിങ് ആൻ ഓൾഡ് എക്യുപ്മെന്റ്. ഇനി 4 സോഴ്സസ് കൂടി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? പർച്ചേസിങ് ഒരു ഓൾഡ് എക്യുപ്മെന്റിനെ പർച്ചേസ് ചെയ്യുന്നതിനുള്ള പ്രധാനമായും 4 സോഴ്സസ് വരുന്നുണ്ട്. എന്തൊക്കെയാണ്? First, directly buying from the owner. Then used old equipment dealers, brokers, auctionaries. First എന്താണ്? ഡയറക്ട്ലി ബൈങ് ഫ്രം ദ ഓണർ. അപ്പൊ നമ്മൾ ഒരു സാധനം, പഴയ സാധനം വാങ്ങിക്കാണ് കേട്ടോ, നമ്മൾ ആലോചിച്ചിട്ട് ഇരിക്കണേ. ഓക്കെ, ആരുടെ നമ്മൾ വാങ്ങിക്കുന്നത്? ഡയറക്ട്ലി ബൈങ് ഫ്രം ദ ഓണർ. നമ്മൾ നേരിട്ട് ഓണറിന്റെ കയ്യിൽ തന്നെ വാങ്ങിക്കണം. Advantage is that we can see the working of the particular equipment and also about the details of past usage of the concerned equipment. അപ്പൊ നമ്മള് ഓണറിന്റെ കയ്യിൽ ഡയറക്റ്റ് ആയിട്ട് വാങ്ങിക്കുമ്പോൾ അഡ്വാൻറ്റേജ് എന്താണ്? അഡ്വാൻറ്റേജ്? നമുക്കിത് ഓണറിൽ നിന്ന് നേരിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും അല്ലെ. ആ ഒരു എക്യുപ്മെന്റിനെ കുറിച്ച് ഓണറിൽ നമുക്ക് നേരിട്ട് പർച്ചേസ് ചെയ്യാം. അതിനെ കുറിച്ചുള്ള യൂസേജ് എന്തൊക്കെയാണ്, അത് എത്രത്തോളം യൂസ് ചെയ്യാൻ പറ്റും, എന്തൊക്കെയാണ് അതിന്റെ ക്വാളിറ്റീസ് എന്നുള്ളത് നമുക്കൊന്ന് അദ്ദേഹത്തിനോട് നേരിട്ട് ചോദിച്ച് അതിനെ കുറിച്ച് കൺസേൺ നമുക്ക് അറിയാൻ പറ്റും. ആ എക്യുപ്മെന്റ് എന്താണ്, അദ്ദേഹത്തിന്റെ ആയതുകൊണ്ട്, ഓണറിന്റെ ആയതുകൊണ്ട് എന്താണ് അദ്ദേഹത്തിന് അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അയാളിൽ നിന്ന് എന്താണ് ആ ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് ലഭിക്കുന്നതായിരിക്കും. അതാണ് ഒരു ഓണറിന്റെ കയ്യിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പഴയ സാധനം വാങ്ങിക്കുമ്പോൾ, പഴയ എക്യുപ്മെന്റ് വാങ്ങിക്കുമ്പോൾ ഉള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായോ? ഡയറക്ട്ലി ബൈ ഫ്രം ദ ഓണർ. ഓക്കെ, then used or old equipment dealers. Used or old equipment dealers. പിന്നെ നമ്മള് ഈ യൂസ്ഡ് എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ ഓൾഡ് ഡോക്യുമെന്റ്സ് നമ്മൾ എന്താണ് ഡീലേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. ഡീലേഴ്സ് വാറന്റി ഫോർ എ ഷോർട്ട് പീരീഡ്. 2 types of equipment received from them: rebuilt and reconditioned equipment. നമ്മള് യൂസ്ഡ് എക്യുപ്മെന്റ്സ് നമ്മൾ എങ്ങനെയാണ് ഡീലേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങി. കുറച്ച് ഡീലേഴ്സ് ഉണ്ടെങ്കിൽ പഴയ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരിക്കും അല്ലെ. അപ്പൊ അവരുടെ കയ്യിൽ എന്താണ് നമ്മൾ ഒരു ഷോർട്ട് പീരീഡ്സിലേക്ക്, ഒരു വാറന്റി, ചിലപ്പോൾ എന്താ പറയാ ചെറിയൊരു കാലയളവിലേക്കായിരിക്കും ആ സാധനം നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പൊ അവിടെ 2 ടൈപ്സ് ഓഫ് എക്യുപ്മെന്റ് വരുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുമ്പോൾ 2 ടൈപ്സ് സാധനങ്ങൾ അവിടെ വരുന്നുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന് റീബിൽറ്റ് ആൻഡ് റീകണ്ടീഷൻഡ് എക്യുപ്മെന്റ്. ഇങ്ങനെയുള്ളതൊക്കെയാണ്. ഒന്ന് റീബിൽറ്റ് ആൻഡ് റീകണ്ടീഷൻഡ് എക്യുപ്മെന്റ്. എന്താണ് റീബിൽറ്റ് ആൻഡ് റീകണ്ടീഷൻഡ് എക്യുപ്മെന്റ് എന്ന് പറയുന്നത്? പുതുക്കി പണിതത് അല്ലെ, പുതുക്കി പണിത സാധനങ്ങള്. അല്ലെങ്കിൽ പിന്നെന്താ പറയുന്നത്? പുനർനിർമ്മിച്ച അല്ലെങ്കിൽ പുനഃസ്ഥാപിച്ച ഉപകരണങ്ങളായിരിക്കുള്ളൂ നമ്മള് ഈ ഷോർട്ട് പീരീഡ് വാറന്റീസിലേക്ക് വാങ്ങിക്കുന്ന പഴയ സാധനങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. അല്ലെങ്കിൽ പുനർനിർമ്മിച്ച അല്ലെങ്കിൽ പുനരുപയോഗിച്ച സാധനങ്ങളായിരിക്കുള്ളൂ ഈ യൂസ്ഡ് ഡീലേഴ്സിന്റെ കയ്യിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, ഇനി അടുത്തതാരുടെ കയ്യിൽ നിന്നാണ് പഴയ സാധനങ്ങൾ നമുക്ക് കിട്ടുന്നത്? ബ്രോക്കേഴ്സ് ഉണ്ടായിരിക്കും അല്ലെ. ബ്രോക്കേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ബ്രോക്കർമാരുടെ കയ്യിൽ എന്താണ് പഴയ എക്യുപ്മെന്റ്സ് ഉണ്ടായിരിക്കും. അപ്പൊ അവര് പറയുന്ന വിലയിൽ അല്ലെങ്കിൽ അവര് പറയുന്ന വിലയിലായിരിക്കില്ല. നമ്മൾക്കും ചിലപ്പോൾ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ അവിടെ ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ അവര് പറയും, നമ്മൾ പറയുന്ന നിലയിലും ചിലപ്പോൾ അവര് ആ സംബന്ധിച്ചെന്ന് വരാം. അപ്പൊ നിവർത്തിയേട് വരുന്ന സമയത്ത് പഴയ ഇത്ര വിലക്ക് എടുത്തോളാം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവരും സമ്മതിക്കാം. അല്ലെങ്കിൽ നമുക്ക് നിവർത്തികേടാണെങ്കിൽ എന്താണ് നമ്മള് ബ്രോക്കർ പറയുന്നത് പൈസയിൽ നമ്മൾ അഡ്ജസ്റ്റഡായി നമ്മൾ ആ പൈസ കൊടുത്ത് ആ പഴയ സാധനം വാങ്ങിക്കും. ഓക്കെ, അപ്പൊ അവിടെ 2 കാര്യങ്ങൾ വരുന്നു. അപ്പൊ ബ്രോക്കറിനും പൈസ കൊടുക്കേണ്ടതായിട്ട് വരും, അവർക്കും ഒരു കമ്മീഷൻ ഫീസ് ഉണ്ടായിരിക്കും, അതും കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ആരാണ്? ആക്ഷണറീസ്. ആക്ഷണറീസ് ആരാണ്? ലേലക്കാർ. ആക്ഷണറീസ് ആരാണ്? ലേലക്കാർ അല്ലെ. ലേലം വിളിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. Both are risky sources. There will be no warranty.
ലേലക്കാരുടെ എന്ന് പറയുമ്പോൾ എന്താണ് റിസ്കി ആയിട്ടുള്ള ഒരു സോഴ്സ് ആണ് അതല്ലേ. എന്താണ് ഏറ്റവും അപകട സാധ്യതയുള്ള ഉറവിടങ്ങളാണ് ഇത് രണ്ടും. ഇവിടെ there will be no warranty, അവിടെ എന്തുണ്ടായിരിക്കില്ല, വാറന്റി ഒന്നും ഉണ്ടായിരിക്കില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ചിലപ്പോ അവിടെ നിന്നൊക്കെ സാധനങ്ങൾ എടുക്കുന്നത് ലേലത്തിൽ എടുക്കുന്നതൊക്കെ ചിലപ്പോ കുറച്ച് ബുദ്ധിമുട്ടുകളായിരുന്നു വരാം. നല്ല സാധനങ്ങളായിരിക്കില്ല പഴയതായിട്ട് കിട്ടുന്നത്, വാറന്റി ഇല്ലാത്ത ഉൽപ്പന്നങ്ങളായിരിക്കാം നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ പർച്ചേസിംഗ് ഓഫ് ആൻ ഓൾഡ് എക്യുപ്മെന്റിന് ഒരു ഓൾഡ് എക്യുപ്മെന്റ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ എന്താണ് 4 സോഴ്സസിലൂടെ നമുക്കത് ചെയ്യാൻ പറ്റും അല്ലെ. എന്തൊക്കെയാണ്? ഒന്ന് ഡയറക്റ്റ്ലി ബൈ ഫ്രം ദ ഓണർ, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഓണറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ സാധിക്കും. അപ്പൊ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാല് അതിന്റെ ആ പർട്ടിക്കുലർ എക്യുപ്മെന്റിന്റെ വർക്കിംഗ് കണ്ടീഷൻ എങ്ങനെയാണ്, അതിന്റെ യൂസേജ് എങ്ങനെയൊക്കെയാണ് നമുക്ക് നേരിട്ട് ചോദിച്ചറിയാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വരുന്നത് യൂസ്ഡ് ഓർ ഓൾഡ് എക്യുപ്മെന്റ്സ് ഡീലേഴ്സ് ഉണ്ടായിരിക്കും അല്ലെ. ഡീലേഴ്സിന്റെ കയ്യിൽ നമുക്ക് ഒരു ഷോർട്ട് പീരീഡിലേക്ക് 2 ടൈപ്സ് ഓഫ് സാധനങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് എടുക്കാൻ പറ്റും. എന്തൊക്കെയാണ്? ഒന്ന് റീബിൽഡ് ആൻഡ് റീകണ്ടീഷൻഡ് എക്യുപ്മെന്റ്, എന്തൊക്കെയാണ്? ഒന്ന് പുനർനിർമ്മിച്ചതും പുനഃസ്ഥാപിച്ച ഉപകരണങ്ങളും എടുക്കാൻ പറ്റും. പിന്നെ ആരാണ്? ബ്രോക്കേഴ്സിന്റെ കയ്യിൽ നിന്ന് പഴയ സാധനങ്ങൾ എടുക്കാം. അതുപോലെ തന്നെ എന്താണ്? ഓപ്ഷണറീസ്, ലേലക്കാരിൽ നിന്ന് നമുക്ക്, ലേലക്കാരി എന്ന് പറയുന്നത് കുറച്ച് റിസ്കി ആയിട്ടുള്ള ഒരു സോഴ്സ് ആണ്, അവിടെ വാറന്റി ഒന്നും ഉണ്ടാകില്ല. അപ്പൊ ഈ 4 രീതി അനുസരിച്ച് 4 സോഴ്സസിലൂടെയാണ് പ്രധാനമായിട്ട് നമ്മൾ ഓൾഡ് എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായത്? ഇനി ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഡിസ്അഡ്വാൻറ്റേജസ് ഇൻ ബൈയിങ് ആൻ ഓൾഡ് എക്യുപ്മെന്റ്, ഒരു പഴയ സാധനം വാങ്ങിക്കുന്നതിന്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? എക്കണോമിക് ലൈഫ് പീരീഡ് of particular equipment cannot be estimated. എന്താണ്? economic life period of particular equipment cannot be estimated. എന്താണ് പറയുന്നത്? എത്ര നാൾ ഈ സാധനം ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. നമ്മളെ പറ്റിച്ചിട്ടാണെങ്കിൽ അവർക്ക് സാധനം വിൽക്കാനായിട്ട് പറ്റും, അല്ലെ ഒന്ന് മോഡിഫൈ ഒക്കെ ചെയ്തിട്ട് നമ്മളെ പറ്റിച്ച സാധനം തരാൻ പറ്റും. അത് എത്ര നാൾ യൂസ് ചെയ്തു, ചിലപ്പോൾ നമുക്ക് പെയിന്റ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ അത് എത്ര നാൾ ഉപയോഗിച്ചു നമുക്ക് ചിലപ്പോൾ പറയാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെയല്ല, ചില സാധനങ്ങൾ വളരെ പഴയതായിരിക്കും, പക്ഷെ അവരെ ഡെക്കറേറ്റ് ചെയ്തൊക്കെ ചെയ്തായിരിക്കും നമുക്ക് തരുന്നത്. അപ്പൊ അത് എത്ര നാൾ ഉപയോഗിച്ചിട്ടുണ്ട്, അതിന്റെ എക്കണോമിക് ലൈഫ് ഏത് പീരീഡ് ആയിരുന്നു നമുക്ക് അറിയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അതൊരു ഡിസ്അഡ്വാൻറ്റേജസ് ആണ് പഴയ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ. പിന്നീട് എന്താണ്? നോ ആഫ്റ്റർ സെയിൽ സർവീസ്. എന്താ പറയുന്നത്? നോ ആഫ്റ്റർ സെയിൽ സർവീസ്, അതിനൊരു വിൽപ്പനാന്തര സേവനം ഇല്ല അല്ലെ, ഫ്രീ സർവീസ് ആണ് അല്ലെ. നോ ആഫ്റ്റർ സെയിൽ സർവീസ്, പിന്നീട് നമുക്ക് വിൽക്കാൻ പറ്റുമോ ഒരു പഴയ സാധനം വാങ്ങിച്ചിട്ട്? ഇല്ല അല്ലെ. യെസ്. ഇനി മെയിൻ്റനൻസ് ചാർജ് ഹൈ, പക്ഷെ ഈ ഒരു സാധനം എന്താണ്, എന്തെങ്കിലും കേടുപാടുകൾ വന്നാല് എന്തായിരിക്കും? ഒരുപാട് ചിലപ്പോൾ നമുക്ക് പണിയേണ്ടതായിട്ട് ഒരു മെയിൻ്റനൻസ് ചാർജ് ഹൈ ആയിരിക്കും, മെയിൻ്റനൻസ് ചാർജ് ഉയർന്ന രീതിയിലായിരിക്കും നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ വാങ്ങിച്ചു പോയി ഈ സാധനം, പഴയ സാധനം വാങ്ങിച്ചു, കുറച്ച് ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോ എന്താണ്, അതിനെന്തെങ്കിലും തരത്തിലുള്ള റിപ്പയറിങ്സ് വന്നപ്പോ പിന്നെ നമുക്കത് കടയിൽ കൊണ്ടുപോയി നന്നാക്കേണ്ടി വരുന്നു. അപ്പോഴും നമ്മുടെ കയ്യിൽ നല്ലൊരു എമൗണ്ട്, ഹ്യൂജ് എമൗണ്ട് തന്നെ പോകുന്നതായിരിക്കും അല്ലെ. ഹ്യൂജ് എമൗണ്ട് അല്ല, ബിഗ് എമൗണ്ട് തന്നെ പോകുന്നതായിരിക്കും. Okay, so these are the advantages of buying an old equipment. മനസ്സിലായോ? ഒന്ന് അത് എത്ര നാൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ എന്താണ്? ആഫ്റ്റർ സെയിൽ സർവീസസ്, വിൽപ്പനാന്തര സേവനം ഉണ്ടാവില്ല. പിന്നെ മെയിൻ്റനൻസ് ചാർജ് ഹൈ ആയിരിക്കും. ഈ 3 കാരണങ്ങൾ കൊണ്ട് എന്താണ്, അതൊരു ഡിസ്അഡ്വാൻറ്റേജസ് തന്നെയാണ് പഴയ സാധനങ്ങൾ വാങ്ങിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മളുടെ ഇനി മൂന്നാമത്തെ വേ ആണ് എന്ത്? നമ്മൾ ഓൾഡ് എക്യുപ്മെന്റിന്റെ കാര്യം പറഞ്ഞു. അടുത്ത വേ എന്താണ്? ഈ രണ്ട് ഓപ്ഷൻ സാധ്യമാകുന്നില്ല എങ്കിലാണ് നമ്മൾ ലീസിംഗിന് എടുക്കുന്നത്. ബൈ ലീസിംഗ്. ലീസിംഗ് എന്താണ്? പാട്ടത്തിന് അല്ലെങ്കിൽ വാടകയ്ക്ക് അല്ലെ. ലീസിംഗ് ഓഫ് ആൻ എക്യുപ്മെന്റ്. ലീസിംഗ് ഈസ് എ process by which the right to handle an equipment changes, but ownership does not change. It is between lessor and lessee. Okay,
Leasing is a process by which the right to handle an equipment changes, but ownership does not change. എന്താണ് leasing എന്ന് പറയുന്നത്? ഒരു ഉപകരണം കൈകാര്യം ചെയ്യുന്നതിനുള്ള അവകാശം മാറുന്നതിനെയാണ് നമ്മൾ ലീസിംഗ് എന്ന് ആ പ്രക്രിയയാണ് നമ്മൾ ലീസിംഗ് എന്ന് പറയുന്നത്. ഒരു ഉപകരണം കൈകാര്യം ചെയ്യുന്നതിനുള്ള അവകാശം മാറുന്ന പ്രക്രിയയാണ് നമ്മൾ ലീസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, leasing is a process by which the right to handle an equipment changes. Okay, മനസ്സിലായോ? ഒരു ഉപകരണം കൈകാര്യം ചെയ്യുന്നതിനുള്ള അവകാശം മാറുന്ന ഒരു പ്രക്രിയയാണ് നമ്മളെ ലീസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ഉപയോഗിച്ചിരുന്ന ഒരു സാധനം കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം എന്താണ് നിങ്ങൾക്ക് കൈമാറുന്നത്, നിങ്ങളാണ് പിന്നെ അത് ഉപയോഗിക്കാൻ പോകുന്നത്. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ, അതിന്റെ അവകാശം പിന്നെ ആർക്കായി? നിങ്ങൾക്കായി. നിങ്ങളാണ് അതിന്റെ പുറത്ത് ഓണർ എന്ന് പറയുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ ലീസിംഗ് എന്ന് പറയുന്നത്. ഇനി പക്ഷെ ഓണർഷിപ്പ് ഡസ് നോട്ട് ചേഞ്ച്. പക്ഷെ ഓണർഷിപ്പ് അവിടെ മാറുന്നുണ്ടോ? അവകാശം ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിലും ഓണർഷിപ്പ് മാറുന്നുണ്ടോ? സാധനം എന്റെ അല്ലാണ്ടായി മാറുന്നുണ്ടോ? ഇല്ല, സാധനം എന്റെ തന്നെ ആയിരിക്കും. അല്ലെ, എക്യുപ്മെന്റ് എന്റെ തന്നെയാണ്, നിങ്ങൾക്ക് വേണ്ടി തന്നിട്ടുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇറ്റ് ഈസ് ബിറ്റ്വീൻ ലെസ്സർ. ലെസ്സർ എന്ന് പറയുന്നത് ആരൊക്കെ തമ്മിലാണ് ഈ ലീസിംഗ് എന്ന് പറയുന്നത്? ലെസ്സർ എന്ന് പറഞ്ഞാൽ ആരാണ്? പേഴ്സൺ ഹു ഗീവ്സ് എക്യുപ്മെന്റ് ഫോർ ലീസ്. അല്ലെ, പേഴ്സൺ ഹു ഗീവ്സ് എക്യുപ്മെന്റ് ഫോർ ലീസ്. അതായത് എന്താണ്? ആരാണ് ലീസർ? ലെസ്സർ എന്ന് പറയുന്നത് പാട്ടത്തിന് ഉപകരണം നൽകുന്ന വ്യക്തിയാണ് ലെസ്സർ എന്ന് പറയുന്നത്. അല്ലെ, കൊടുക്കുന്ന ആളാണ് ആര്? ലെസ്സർ. അപ്പൊ ലെസ്സി എന്ന് പറയുന്ന ആരായിരിക്കും? വാങ്ങുന്ന ആളായിരിക്കും. അല്ലെ, പേഴ്സൺ ഹു അക്വയർ എ പെർട്ടിക്കുലർ എക്യുപ്മെന്റ്. ഉപകരണം ഏറ്റെടുക്കുന്ന വ്യക്തിയാണ് ലെസ്സി എന്ന് പറയുന്നത്. ലെസ്സർ കൊടുക്കുന്ന ആള്, ലെസ്സി വാങ്ങുന്നയാണ്. ഓക്കെ, മനസ്സിലായോ? അത് ഇറ്റ് ഈസ് ബിറ്റ്വീൻ ലെസ്സർ ആൻഡ് ലെസ്സി. മനസ്സിലാത്തവരുണ്ടോ ആരെങ്കിലും? No. Okay. Yes. അത് മനസ്സിലായല്ലോ? ലെസ്സർ ആരാണ്, ലെസ്സി ആരാണ്? ക്ലിയർ ആണ്. ഇനി നോക്കാം. ലീസിംഗ് ഈസ് ഡൺ ഡ്യൂ ടു ലാക്ക് ഓഫ് ഫണ്ട്സ്. അപ്പൊ നമ്മൾ സാധനം ലീസിന് എടുക്കുന്നതിന്റെ കാരണമൊക്കെ എന്തൊക്കെയാണ്? എന്തുകൊണ്ടാണ് ലീസിന് സാധനം വാങ്ങിക്കുന്നത്? ഡ്യൂ ടു ദ ലാക്ക് ഓഫ് ഫണ്ട്സ്. അല്ലെ, ഷോർട്ട് ടൈം ആൻഡ് ലെസ് കോസ്റ്റ് വേണ്ടിട്ട്. യെസ്, വെരി ഗുഡ്. ലാക്ക് ഓഫ് ഫണ്ട്സ് ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഫോർ ഡൂയിങ് എക്സ്പീരിമെന്റ്സ് ആസ് എ ടെസ്റ്റ്, ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആസ് പെർ ദ ഡ്യൂറേഷൻ ഫോർ വിച്ച് എക്യുപ്മെന്റ് ഈസ് നീഡഡ്. നമുക്ക് എത്ര നാളാണോ സാധനം വേണ്ടത് എന്നതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ആ സാധനം വാടകയ്ക്ക് എടുക്കുന്നത്. ടു അവോയ്ഡ് ദ ഹ്യൂജ് ലീഡ് ടൈം ഫോർ ദ ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ് ഓർ when the capital equipment is available only on lease. എന്താ പറയുന്നത്? നമ്മൾ ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് കുറെ അന്വേഷിച്ചിട്ട് കിട്ടാതാകുന്നത് വരുമ്പോഴാണ് നമ്മൾ ഒരു സാധനം ലീസിന് എടുക്കുന്നത് അല്ലെങ്കിൽ വാടകയ്ക്ക് എടുക്കുന്നത്. ഓക്കെ, ഒന്ന് പൈസ കുറവ് അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെന്റിന് വേണ്ടി, ഒരു ടെസ്റ്റ് റണ്ണിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു സാധനം നമുക്ക് എത്ര നാൾ ഉപയോഗിക്കണം എന്നുള്ളതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ഹ്യൂജ് എമൗണ്ട് നമുക്ക് അതിനെ ഇൻവെസ്റ്റ് ചെയ്യാണ്ട് എന്താണ് ഒരു ക്യാപിറ്റൽ എക്യുപ്മെന്റ് കിട്ടുന്നത് വരെ, ആ ഒരു സമയം കിട്ടുന്നത് വരെ അന്വേഷിച്ച് കിട്ടാണ്ടാവുമ്പോൾ മാത്രമാണ് നമ്മൾ എന്ത് എടുക്കുന്നത്? ലീസിങ്ങിന് എക്യുപ്മെന്റ് എടുക്കുന്നത്. ഓക്കെ, യെസ്, മനസ്സിലായോ? എന്തുകൊണ്ടാണ് ലീസിങ്ങിന് നമ്മൾ സാധനങ്ങൾ എടുക്കുന്നത്? യെസ്, ഇനി നോക്കാം. അഡ്വാൻറ്റേജസ് ഓഫ് ലീസിംഗ്. അഡ്വാൻറ്റേജസ് ഓഫ് ലീസിംഗ്. സ്മോൾ ഇനീഷ്യൽ ഔട്ട്ലേ ഈസ് റിക്വയർഡ്. ഇനി അഡ്വാൻറ്റേജസ് ആണെങ്കിൽ ഗുണങ്ങളാണ്. പട്ടത്തിന് എടുക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? സ്മോൾ ഇനീഷ്യൽ ഔട്ട്ലേ ഈസ് റിക്വയർഡ്. പിന്നെന്താണ്? റിസ്ക് ഓഫ് ഒബ്സോളൻസസ് ഈസ് ലെസ്സർ. Maintenance can be done by both lessor and lessee, and procurement of the equipment lead time is lesser. എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്? സ്മോൾ ഇനീഷ്യൽ
outlay is required. എന്താണ് കുറഞ്ഞ മുതൽ മുടക്ക് മതിയാവും അല്ലെ, നമുക്ക് കുറഞ്ഞൊരു പൈസ കൊണ്ട് തന്നെ എന്താണ് കുറഞ്ഞൊരു എമൗണ്ട് കൊണ്ട് തന്നെ നമുക്ക് ലീസിന് എടുക്കാനായിട്ട് സാധിക്കും. ഇനി റിസ്ക് ഓഫ് ഒബ്സർവൻസ് ഈസ് ലെസ്സർ. എന്താണ് റിസ്ക് ഓഫ് ഒബ്സർവൻസ് എന്ന് പറയുന്നത്? ഒബ്സർവൻസ് മീൻസ് കാലഹരണപ്പെട്ട എന്ന് പറഞ്ഞ എന്തായിരിക്കാം? ഓൾഡ് ഫാഷൻ അല്ലെങ്കിൽ ഓൾഡ് ഫാഷൻസ് ആയിട്ടുള്ള സാധനങ്ങൾക്ക് എന്തായിരിക്കും? കാലഹരണപ്പെട്ട സാധനങ്ങൾക്ക് വില കൂടുതലായിരിക്കും, കുറവായിരിക്കും? ഔട്ട്ഡേറ്റഡ് ആണ് അല്ലെ? യെസ്, ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾക്ക് അല്ലെങ്കിൽ മോഡൽ കുറഞ്ഞ സാധനങ്ങൾക്ക് എന്തായിരിക്കും? നമുക്ക് അധികം പൈസ അവിടെ വരുന്നില്ല അല്ലെ? ഓക്കെ. Then maintenance can be done by both lessor and lessee, and procurement of the equipment lead time is lessened. എന്താണ്? മെയിൻ്റെനൻസ് ക്യാൻ ബി ഡൺ ലെസ്സർ. ഈ വാങ്ങിക്കുന്ന സാധനം നമുക്ക് എങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും? അതിന്റെ ലീഡ് ടൈം അല്ലെ, അതിന്റെ ലീഡ് ടൈം, നമ്മൾ വാങ്ങിക്കുന്ന എക്യുപ്മെന്റിന്റെ ലീഡ് ടൈം നമുക്ക് കുറയ്ക്കാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള സമയത്തായിരിക്കും നമ്മൾ ഈ സാധനം പാട്ടത്തിന് എടുക്കുന്നത് അല്ലെ. ഇത്ര മാസം മതിയാവോ അല്ലെങ്കിൽ 4 മാസം മതിയാവോ, നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് അത് ഉപയോഗിക്കാൻ പറ്റും. ആ ഒരു ടൈം, ആ ഒരു പീരീഡിനുള്ളിൽ നമുക്കത് തിരിച്ചു കൊടുക്കാം എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ ആ സാധനം എടുക്കുന്നത്. ഓക്കെ, അതാണ് അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് ചെറിയൊരു മുതൽ മുടക്ക് മതിയാവും. പിന്നെ കാലഹരണപ്പെട്ട സാധനങ്ങൾ ആയതുകൊണ്ട് തന്നെ എന്താണ് അവിടെ പൈസ വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ എന്താണ് ഇത് മെയിൻറ്റെനൻസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇത് എന്താണ് പ്രൊക്യൂർ ചെയ്യാനായിട്ട്, സംഭരിച്ച് വെക്കാനായിട്ട് നമുക്ക് എന്താണ് അതിന്റെ ടൈം, നമ്മൾ ഇത്ര ടൈമിന് വേണ്ടി മാത്രമാണ് ഈ സാധനം എടുക്കുന്നത്. അപ്പൊ ആ ഒരു ടൈം പീരീഡ് മാത്രം നമുക്ക് സൂക്ഷിച്ചാൽ മതി. ഓക്കെ, അപ്പൊ അതൊരു അഡ്വാൻറ്റേജ് സമയമാണ്. അതായത് ദീർഘകാലം നമുക്ക് ഇത് നോക്കിക്കൊണ്ട് നടക്കേണ്ട ആവശ്യകത അവിടെ വരുന്നില്ല. ഓക്കെ, ദിസ് ആർ അഡ്വാൻറ്റേജസ് ഓഫ് ലീസിംഗ് എന്ന് പറയുന്നത്. ഇനി ഈ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ ചുരുക്കി പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് ഔട്ട്ലേ. ഔട്ട്ലേ എന്ന് പറയുന്നത് എന്താണ്? ഔട്ട്ലേ an amount of money spent on something, and amount of money spent on something. എന്താണ്? ഒരു സാധനം വാങ്ങിക്കാനായിട്ട് നമ്മൾ ചിലവാക്കുന്ന തുകയാണ് ഔട്ട്ലേ എന്ന് പറയുന്നത്. ഒരു എക്യുപ്മെന്റ് വാങ്ങാനായിട്ട് നമ്മൾ ചിലവാക്കുന്ന തുകയാണ് ഔട്ട്ലേ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഔട്ട്ലേ എന്താണ്? ഒരു സാധനം വാങ്ങുന്നതിനായിട്ട് നമ്മൾ ചിലവാക്കുന്നത്, സ്പെൻഡ് ചെയ്യുന്ന തുകയാണ് ഔട്ട്ലേ എന്ന് പറയുന്നത്. ഇനി ഒബ്സോളൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒബ്സോളൻസ് the process of becoming outdated or old fashioned and no longer used. ഒരുമിച്ചാണ് കേട്ടോ, no longer used എന്നുള്ളത് ഒരുമിച്ചാണ് ഇവിടെ നീങ്ങി കിടക്കുകയാണ് ആ സെന്റൻസിൽ. ഒബ്സോളൻസ് എന്ന് പറയുന്നത് എന്താണ്? കാലഹരണപ്പെട്ടതോ അല്ലെങ്കിൽ ഓൾഡ് ഫാഷനോ ആയിട്ടുള്ള അവസ്ഥ, അല്ലെങ്കിൽ ആ ഉപകരണം ഉപയോഗിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു അവസ്ഥയാണ് എന്ത്? ഒബ്സോളൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, അതൊരിക്കലും ഉപയോഗിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അത് ഔട്ട്ഡേറ്റഡ് ആയി. അങ്ങനെയുള്ള സാധനങ്ങൾക്ക് നമുക്ക് വില കൊടുക്കേണ്ടി വരുന്നില്ല. ഒരു നിശ്ചിത വില മാത്രം കൊടുത്താൽ മതിയാകും. അല്ലെങ്കിൽ ഒട്ടും ഉപയോഗിക്കാൻ പറ്റാത്ത വസ്തുക്കളാണെങ്കിലും വില കൊടുക്കേണ്ടതായിട്ട് അവിടെ വരുന്നില്ല. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് ലീസിംഗ് ആണ്. മനസ്സിലായോ അത് അഡ്വാൻറ്റേജസ് ഓഫ് ലീസിംഗ് എന്താണെന്ന്? ഇനി ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്തായിരിക്കും? ഡിസഡ്വാൻറ്റേജസ് എന്തായിരിക്കും ഇതിന്റെ? എന്തൊക്കെയായിരിക്കാം? He is the lessor who control the equipment. Lessor എന്ന് പറയുന്നത് ആരാണ്? ലെസർ ആരാണെന്നാണ് നമ്മൾ പറഞ്ഞത്? ലെസർ പാട്ടത്തിന് ഉപകരണം നൽകുന്ന വ്യക്തി അല്ലെ, കൊടുക്കുന്ന ആളാണ് അല്ലെ, കൊടുക്കുന്ന ആളാണ്. He is the lessor who control the equipment. അപ്പൊ നമ്മ വാങ്ങിക്കുന്ന സാധനം കൺട്രോൾ ചെയ്യുന്നത് ആരായിരിക്കും? അത് അയാളുടെ സാധനമാണ് അല്ലെ. അപ്പൊ അദ്ദേഹം അറിയാം, വിൽക്കുന്ന ആളായിരിക്കും അത് കൺട്രോൾ ചെയ്യുന്നത്. ഇതിന്റെ ഒരു നിയന്ത്രണത്തിലായിരിക്കും കാര്യങ്ങൾ. ഇനി ലെസർ ഹാസ് ദ ആക്സസ് ടു ദ എക്യുപ്മെന്റ് ഇൻസ്പെക്ഷൻ. ഇനി ലെസർ എന്ത് ചെയ്യും?
ഇടയ്ക്ക് ഐക്യുമെന്റ്സ് ഇൻസ്പെക്ട് ചെയ്തു. ഞാൻ എന്റെ സാധനങ്ങൾ ഇപ്പൊ നമ്മൾ വാടകയ്ക്കൊക്കെ വീട് കൊടുക്കുന്ന സമയത്ത് വാടകക്കാർ വന്ന് ഇടയ്ക്ക് നോക്കാറില്ലേ, ഉടമസ്ഥർ വന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്യുന്നു വീടൊക്കെ നന്നായിട്ട് നോക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. അങ്ങനെ എക്യുപ്മെന്റ് ഒന്ന് ഇൻസ്പെക്ട് ചെയ്ത് നോക്കും. പിന്നെ ലെസർ ഹാസ് റൈറ്റ് ടു സീസ് ദ ലീസ് പീരീഡ്. പിന്നെ അദ്ദേഹത്തിന് ഒരു റൈറ്റ് ഉണ്ട്. എന്താണ് റൈറ്റ് ഉള്ളത്? ലീസിങ്ങിന് പറഞ്ഞിട്ടുള്ള കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരിക്കും അല്ലെ. വാടകയ്ക്ക് പാട്ടത്തിന് കൊടുത്ത സമയത്ത് എന്താണ് അത് നിർത്തലാക്കാനുള്ള ഒരു ഉടമസ്ഥാവകാശം കൂടി ആർക്കുണ്ട്, അതിന്റെ അവകാശം കൂടി ആർക്കുണ്ട്? ലെസർക്ക് ഉണ്ടായിരിക്കും അല്ലെ. നമ്മുടെ ലെസർ പറഞ്ഞിരിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ല അവർ ആ ഉപകരണം ഉപയോഗിക്കുന്നതെങ്കിൽ ഈ കരാറ് നിർത്തലാക്കാനായിട്ടുള്ള ഒരു റൈറ്റ് കൂടി ആർക്കുണ്ട്? ലെസറിന് ഉണ്ടായിരിക്കും. അതാണ് അതിനൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. വാങ്ങിച്ച സാധനത്തിന്റെ കൺട്രോൾ വരെ അദ്ദേഹത്തിന്റെ കയ്യിലായിരിക്കും. പിന്നെ എന്താണ് അത് ഇടയ്ക്ക് ഇൻസ്പെക്ട് ചെയ്യുന്നതായിരിക്കും, ഇടയ്ക്ക് ചെക്ക് ചെയ്യുന്നതായിരിക്കും. പിന്നെ എന്താണ് ഈ കരാറ് നിർത്തലാക്കാനുള്ള ഒരു അവകാശം കൂടി ലെസറിന്റെ കയ്യിലായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, മനസ്സിലായോ? ഇതിന്റെ ഉദാഹരണം എന്ന പോലെയാണ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. ഇത് മനസ്സിലായോ നിങ്ങൾക്ക്? ഡിസഡ്വാൻറ്റേജസ് ഓഫ് ലീസിംഗ് എന്ന് ക്ലിയർ ആണോ? അത് ക്ലിയർ ആണോ പിള്ളേരെ? നിങ്ങൾ ഓക്കെ പറയുമ്പോഴാണ് അടുത്ത പോയിന്റ് എടുത്ത് പോകുന്നത്. ആ, കണ്ടിന്യൂ. യെസ്, എന്താണ് ഷെയർഡ് സർവീസസ് ആർ ഡൺ ഇൻ കേസ് ഓഫ് ഹോസ്പിറ്റൽ വേസ്റ്റ് മാനേജ്മെന്റ്, ഇൻസിനറേറ്റർ ആൻഡ് ലൗണ്ടറി സർവീസസ്, വാഷിംഗ് മെഷീൻ. എന്താണ് അവിടെ പറയുന്നത്? ഷെയർഡ് സർവീസസ് ആർ ഡൺ ഇൻ കേസ് ഓഫ് ഹോസ്പിറ്റൽ വേസ്റ്റ് മാനേജ്മെന്റ്. ലീസിംഗുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണത്. ഷെയർഡ് സർവീസസ് എന്ന് പറയുമ്പോൾ എന്താണ് ഷെയർഡ് സർവീസസ്? ഈക്വൽ റെസ്പോൺസിബിലിറ്റീസ് ആണോ? ഈ സേവനങ്ങൾ പങ്കിട്ട് നൽകുകയാണ് അല്ലെ. അതായത് ഇപ്പൊ ഹോസ്പിറ്റൽ വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം പങ്കിട്ട സേവനം ഉദ്ദേശിക്കുന്നത് എന്താണ്? ഷെയർ സർവീസസ്, വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ലൗണ്ടറി സർവീസസ്. അപ്പൊ വേസ്റ്റ് മാനേജ്മെന്റ് സർവീസസ്, ലൗണ്ടറി സർവീസസ് എന്താണ്? പങ്കിട്ട സേവനമാണ്. ഷെയർ സർവീസസ് ആണ് ഹോസ്പിറ്റലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അവിടെ ചിലപ്പോ ഏതെങ്കിലും രീതിയിൽ ഇപ്പൊ വേസ്റ്റ് മാനേജ്മെന്റ് കാര്യത്തിൽ എന്താണ് ലീസിംഗ് അല്ലെങ്കിൽ പഴയ എക്യുപ്മെന്റ്സുകളോ അല്ലെങ്കിൽ ലീസിംഗ് എക്യുപ്മെന്റ്സുകളോ ഉപയോഗിച്ചിട്ടായിരിക്കാം അവരവിടെ വർക്കുകൾ ഷെയർ ചെയ്ത് ചെയ്യുന്നത്. വേറൊരു ഉദാഹരണം എന്ന നിലയിലാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഒരു ഉദാഹരണം എന്ന നിലയിലാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. മെയിൻ്റനൻസ് റെസ്പോൺസിബിലിറ്റി പ്രത്യേകിച്ച് ഈ രണ്ട് ഡിപ്പാർട്ട്മെന്റിലായിരിക്കും അത് കൂടുതലായിട്ട് വരുന്നത്. വാഷിംഗ് മെഷീൻസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മെഷീൻസുമായി ബന്ധപ്പെട്ട് എന്താണ് പഴയ സാധനങ്ങൾ എടുത്തുന്നിരിക്കുക, അല്ലെങ്കിൽ വാടകയ്ക്കോ അല്ലെങ്കിൽ കുറച്ച് നാളത്തെ പരിധിക്ക് വേണ്ടി കുറച്ച് പീരീഡിനുള്ളിൽ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള സാധനങ്ങൾ എക്യുപ്മെന്റ്സുകൾ നമ്മൾ ചിലപ്പോൾ ലീസിങ്ങിന് എടുത്തും ഉപയോഗിച്ചെന്നിരിക്കും. ഒരു ഉദാഹരണം എന്ന നിലയിൽ അവിടെ കൊടുത്തിരിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി എന്താണ് അവിടെ വരെ മതി അല്ലെ? 27 അവിടെ വരെ എടുക്കുന്നുള്ളൂ കേട്ടോ. സെലക്ഷൻ ഓക്കെ. യെസ്, അപ്പൊ നാളെ ക്ലാസ് ഇല്ല. നമ്മുടെ ഒരു പീരീഡും കൂടി പോയില്ലേ. ട്യൂസ്ഡേക്കുള്ളിലെങ്കിലും തീർക്കണമെന്ന് ഓർത്താണ് ഈ ചാപ്റ്റർ. പക്ഷെ ഒരു രക്ഷയില്ല, ഇത് തീരുമെന്ന് തോന്നുന്നില്ല. യെസ്, അപ്പോ
ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കുന്നില്ല കേട്ടോ. നിങ്ങൾ എടുത്ത ഭാഗങ്ങൾ പോയി പഠിച്ചാൽ മതി. എടുത്ത ഭാഗങ്ങളെ പഠിക്കുക. പിന്നെന്താണ്, 4 ദിവസം ഒഴിവായിരിക്കും. അപ്പൊ നമ്മൾ വിഷു ഒക്കെ കഴിഞ്ഞിട്ടാണ് കാണുന്നത്. അപ്പൊ എല്ലാവർക്കും ഹൃദയനിർന്ന വിശ്വാസങ്ങൾ. എല്ലാവരും വിഷു ഒക്കെ നന്നായിട്ട് ആഘോഷിക്കുക. കണിയൊക്കെ വെക്കുന്നവരെ കണിയൊക്കെ വെക്കാം. ഓക്കെ, കൈനീട്ടമൊക്കെ വാങ്ങിക്കുക, കൈനീട്ടമൊക്കെ കൊടുക്കുക. ഹാപ്പി ആയിട്ട് വിഷു ഒക്കെ ആഘോഷിക്കുക കേട്ടോ. ഓക്കെ, മൺഡേ വിഷു അല്ലേടോ? എന്റെ വിഷുവാണ് സുഹൈന. 14-ാം തീയതി 14 വിഷു ആണ് കേട്ടോ. ഓക്കെ, എല്ലാവർക്കും വിഷുവാശംസകള്. വേറെ എന്തെങ്കിലും ചോദിക്കാണെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പൊ നാളെ ക്ലാസ് ഇല്ല. ക്ലാസ് ഞങ്ങൾ വെച്ചതായിരുന്നു നിങ്ങൾക്ക്, പക്ഷെ എല്ലാവർക്കും ക്ലാസ് ഒഴിവാണ്. അപ്പൊ നിങ്ങൾക്ക് മാത്രമായിട്ട് വെക്കേണ്ടല്ലോ, നമുക്ക് ഒഴിവാക്കിയതാണ് കേട്ടോ. ഓക്കെ സുഹൈന, താങ്ക് യു സോ മച്ച്. Have a nice day.